ഹായ് ഫ്രണ്ട്സ്, കാലത്തേന് ഇട്ടിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു. കുളിക്കാൻ പോണേക്കാളും മുമ്പ് ഞാൻ ചോറിനുള്ള അരിയൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കാം. പിന്നെ കാപ്പിക്കുള്ള പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ടാണ് പോയി കുളിച്ചത്. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അരിയും തിളച്ചു, പിന്നെ പാലും തിളച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ആറ്റിയെടുത്തു. കാപ്പിയൊക്കെ ആറ്റിയെടുത്തതിന് ശേഷം ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ ബിജേഷേട്ടനും ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കൊടുത്തു. പിന്നെ വാവിച്ച് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാവിച്ചീനെ വിളിക്കായിരുന്നു, എണീറ്റിട്ട് കുളിക്ക് വാവിച്ചേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൽ രണ്ട് സൈഡിലും വെള്ളമാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ തിരക്ക് പിടിച്ചിട്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ കൈ തുടയ്ക്കണതാണ്. അപ്പോൾ ഞാനിനി അങ്ങനെ തുടയ്ക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു ടവലും കയ്യിൽ വെക്കാം. അപ്പോൾ പിന്നെ ടവലിൽ തുടയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് വേഗം നാളികേരമൊക്കെ ചിരകിയെടുത്തു, പൊടിയൊക്കെ നനച്ച് വെച്ചതിന് ശേഷം. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞു പുട്ടും പപ്പടവും മതിയെന്ന് തലേ ദിവസം വൈകുന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അരിയൊക്കെ തിളപ്പിച്ച് ഇറക്കി വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാലത്താണ് തിളപ്പിക്കാനായിട്ട് വെച്ചത്. പിന്നെ ഇത്തിരി വേവ് അധികമുള്ള അരിയായി കാരണം ഞാൻ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് ഒരുവിധം വേവിക്കാനായിട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഒരുവിധം വെന്തിട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും അമ്മ ഫോൺ ചെയ്തു. അപ്പോൾ അമ്മോട് സംസാരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മണിക്കുട്ടൻ ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബുക്കൊക്കെ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് ബിജേഷേട്ടൻ അവനെ പാർലിക്കാട്ടിൽ നിന്ന് ബസ്സൊക്കെ കയറ്റി വിട്ടു. അപ്പോൾ അങ്ങനെ അമ്മോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അരിയൊക്കെ നോക്കിയപ്പോഴേ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനി അത് ഇറക്കി വെക്കാമെന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാറാകുമ്പോൾ വറുത്തെടുത്താൽ പോരെ. അപ്പം അങ്ങനെ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഇനി എനിക്ക് ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കണം. പിന്നെ ചായ കുടിക്കണം. അപ്പോൾ വാവിച്ച് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാവിച്ചോട് പറഞ്ഞു മിറ്റടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആൾ പോയി മിറ്റമൊക്കെ അടിച്ചതിന് ശേഷമാണ് കുളിക്കാനായിട്ട് നോക്കണത്. ചെയ്യാൻ ചെറിയ മടിയൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ആൾ പോയി ചെയ്തു. അപ്പോൾ പപ്പടം വറക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ പുട്ടായി വരുമ്പോഴേക്കും വേഗം പപ്പടമൊക്കെ വറുത്തെടുക്കാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ പുട്ടും പപ്പടവും മതിയെന്ന് വിജയശേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കടലയൊക്കെ ഇരിക്കുന്നുണ്ട്, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കറി വെക്കാം. പിന്നെ കടലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുട്ടിന് മാത്രമായിട്ട് എടുത്താൽ പിന്നെ ചോറിന് ആർക്കും വേണ്ട. വാവിച്ചിക്ക് ഇഷ്ടമാണ്, വാവിച്ചി മാത്രമാണ് കടലോട് ഇത്തിരി ഇഷ്ടമുള്ള ആൾ. അപ്പം അങ്ങനെ ഞാൻ വേഗം പുട്ടൊക്കെ ആയി വന്നപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വേഗം പുട്ടൊക്കെ ആയി വന്നു. അപ്പോൾ വാവിച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം വാവിച്ചിക്ക് പുട്ടൊക്കെ കൊടുത്തിട്ട് വേഗം ഒരു ഗ്ലാസ് ചായയും കൊണ്ടു കൊടുത്തു. പിന്നെ ഞാനും പുട്ടൊക്കെ എടുത്ത് കഴിച്ചു. വിജയശേട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ച് നേരമൊക്കെ ഉമ്മർത്ത് വന്നിരുന്നപ്പോൾ ചെറിയ വെയിലുണ്ട്, മഴയും ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ തുണികൾ കഴുകാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിജയശേട്ടൻ വരുമ്പോൾ തുണികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കഴുകാൻ പറ്റുമോ, കഴുകി കഴിഞ്ഞ് ഉണങ്ങി കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഉമ്മർത്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തുണികൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കഴുകാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇനി അവിടെ ഇരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇനി കറിയൊക്കെ ഉണ്ടാക്കണം ചോറിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്ര നാൾ വിജയശേട്ടൻ ഇല്ലാത്ത കാരണം ഞങ്ങൾ മാത്രമായ കാരണം എന്തെങ്കിലുമൊക്കെ കറി മതിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചാറുകറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പരിപ്പും കാബേജും കൂടിയിട്ട് ചാറുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പരിപ്പൊക്കെ കഴുകി വാരി ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചു. പിന്നെ കൂർക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 1 കിലോ കൂർക്ക. അപ്പോൾ അങ്ങനെ കൂർക്കി ഉപ്പേരി വെക്കണം. അപ്പോൾ ഞാൻ വേഗം കവറൊക്കെ തുറന്നിട്ട് നോക്കിയപ്പോഴേ നല്ല മണമുള്ള നല്ല കൂർക്കയായിരുന്നു. അപ്പോൾ അങ്ങനെ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂർക്ക ഇത് ഇരുന്ന് തൊലി കളയാനായിട്ട് കുറേ നേരം വേണം. അപ്പോൾ ഞാനതൊരു സഞ്ചിയിലിട്ടിട്ട് ബാക്കിൽ അലക്ക് കല്ലുമ്മലാണ് തല്ലാറ്. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. ഇവിടെ ചെറുതായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി ഇറക്കാനായിട്ട്. അവിടെ കൊണ്ടുപോയിട്ട് തല്ലിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനതൊരു മുറത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് ആഞ്ഞ് വാരിയിട്ട് കഴുകി. നല്ലോണം മണ്ണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ഫ്രഷ് കൂർക്കയായ കാരണം തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടി. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒക്കെ ആഞ്ഞ് വാരിയതിന് ശേഷം ഞാനതൊക്കെ നന്നായി കഴുകിയിട്ട് അത് നുറുക്കിയെടുക്കാനായിട്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് TV കാണലും കൂർക്ക നുറുക്കലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിജയശേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ നുറുക്കി തരാം, നീ വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ചെയ്തോന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം തുണികൾ കൊണ്ടുപോയിട്ട് കഴുകാൻ. തുണികൾ കഴുകിയാലല്ലേ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആൾ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്നാൽ വിജയശേട്ടൻ ചെയ്തോട്ടെ വെച്ചിട്ട് ഞാൻ അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് നോക്കിയപ്പോഴേക്കും പരിപ്പും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാബേജ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉപ്പേരി വെച്ചത്. അപ്പോൾ കുറച്ച് കാബേജ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാബേജും പരിപ്പും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നാളികേരമൊക്കെ ഉടച്ചെടുത്തു. നല്ല വിലയല്ലേ നാളികേരത്തിന്. നോക്കിയപ്പോഴേ ചെറുതായിട്ട് ഉള്ളിലിങ്ങനെ വഴുക്കണ പോലെ വെള്ളം വറ്റാറായിട്ട്, പക്ഷേ മണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ചിരകി എടുത്തിട്ട് നാളികേരം നല്ല ജീരകം കൂടിയിട്ട് അരയ്ക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ കാബേജ് വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരമായാലോ കുളിച്ചിട്ട്, അപ്പോൾ മുടിയിൽ തോർത്ത് കെട്ടി വെച്ചിട്ടേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഞാനതൊക്കെ അഴിച്ചിട്ട് തോർത്തൊക്കെ മാറ്റി മുടിയൊക്കെ ഒന്ന് കോന്തിയിട്ടിട്ട് ഞാനതൊന്ന് കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കാബേജൊക്കെ വെന്ത് വന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് പരിപ്പിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട്
കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് മഞ്ഞപ്പൊടി കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽ നാളികേരവും നല്ല ജീരകവും കൂടി അരച്ചത് ഒഴിച്ചു കൊടുത്തു. പിന്നെ മറ്റേ പുളിയൊന്നും ഒഴിക്കണില്ല. അപ്പം അങ്ങനെ അതും തിളച്ച് വന്നതിന് ശേഷം ഞാനത് പാത്രത്തിലേക്ക് പകർത്തി. അപ്പം ഞാൻ എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എനിക്കൊരു കുക്കറേ ഉള്ളൂ. അത് കാരണം ഇതിൽ വെന്തിട്ട് അത് മാറ്റിയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത കറി വെക്കാനായിട്ട്. അപ്പോൾ കൂർക്ക വെറുതെ സാധാരണ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുക്കറിൽ അത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് ചായ കുടിച്ച പാത്രങ്ങൾ തൊട്ട് ഇപ്പോൾ കറി ഉണ്ടാക്കിയ പാത്രങ്ങൾ വരെ, പിന്നെ പുട്ടുണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. ഞാനില്ലെങ്കിൽ വാവിച്ച് ഇതൊക്കെ ചെയ്യും, പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ ആൾക്ക് മടിയാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാവും. പിന്നെ ഞാൻ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ പറയാറില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതും കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് വേഗം മേശയൊക്കെ തുടച്ചിട്ടു. മേശയൊക്കെ തുടച്ചത് മേശയായും ഇരുന്നിട്ട് ചോറിനാറൊന്നുമില്ല കസാരയിലിരുന്നിട്ട്, പക്ഷേ എന്നാലും അതൊക്കെ തുടച്ച് നീറ്റാക്കി ഇടും. അതെനിക്ക് അങ്ങനെ എന്നും ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ മേശയൊക്കെ തുടച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് വേഗം കൂട്ടാൻ വറുത്തിടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചൊഴിച്ചിട്ട് അതും കഴിഞ്ഞപ്പോൾ ആ ചീഞ്ചട്ടിയിൽ തന്നെ ഞാൻ കൂർക്കുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടതിന് ശേഷം അതിൽ മുളകും പൊടി ഇട്ടിട്ട് അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം കൂർക്കി ഞാൻ അതിലിട്ടു. ഈ പ്രാവശ്യം കൂർക്ക കിട്ടിയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കറി വെക്കുന്നത്. അപ്പോൾ ബിജാഷേട്ടന് നല്ല ഇഷ്ടമാണ് കൂർക്കുപ്പേരി. അപ്പോൾ ഞാൻ ആൾക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് വെച്ചത്. എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്കുപ്പേരി. അപ്പോൾ അങ്ങനെ തലേ ദിവസം പിന്നെ മീൻകറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ആ കറി ഉണ്ടായിരുന്നു, അതും തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് ഗ്യാസും എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഞാൻ പറഞ്ഞില്ല, അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞതുപോലെ എനിക്ക് നീറ്റാക്കി ഇടണം. അപ്പോൾ പിന്നെ നമ്മളെവിടെ പോയി വന്നാലും വീടൊക്കെ വൃത്തിയാക്കി എടുക്കുമല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ വാവച്ചി വന്നില്ല ഞങ്ങളുടെ കൂടെ, ഞാനും ബിജാഷേട്ടനാണ് പോയത് തുണികൾ കഴുകാനായിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് വേഗം ഞാൻ ബിജാഷേട്ടന് ചോറ് കൊടുത്തു. ഞാനും കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെ പരിപ്പ് കറിയും കൂർക്കുപ്പേരിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ കാബേജും പരിപ്പും വെച്ച് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം. നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അടുക്കളയൊക്കെ തുടച്ചിട്ട് നീറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂർക്ക ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വല്ല പരിപ്പിലിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അടുക്കളയൊക്കെ തുടച്ച് നീറ്റാക്കിയതിന് ശേഷം ഒക്കെ എല്ലായിടത്തും തുടച്ച് തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ കൂർക്കുപ്പേരിയും എല്ലാം ആയി വന്നിട്ടുണ്ടായിരുന്നു. കണ്ട കൂർക്കുപ്പേരി നല്ല ടേസ്റ്റുള്ള കൂർക്കുപ്പേരി ആയിരുന്നു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനിടാത്ത മീൻകറി ആയിരുന്നു. അത് തലേ ദിവസത്തെ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ തിളപ്പിച്ചെടുത്തു. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ കൊപ്പക്കായ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. ഞങ്ങളുടെ അവിടെ നിറച്ച് കൊപ്പക്കായ ഉണ്ട്, 2-3 എണ്ണുണ്ട്, മരമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കൊപ്പക്കായൊക്കെ പൊട്ടിച്ചു. കഴുകാനുള്ള തുണികളും കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വണ്ടിമേലൊക്കെ കൊളത്തിയിട്ടിട്ട് ഞാനും ബിജാഷേട്ടനും കൂടി പോയി. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ ഇടാമല്ലോ. പിന്നെ കുറച്ച് തുണികൾ ഞാൻ നല്ല തുണികളൊക്കെ ഞാൻ കല്ലുമ്മൽ തന്നെയാണ് കഴുകാറ്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് കുറച്ച് ചോറും കൂടി ഉണ്ട്. ചോറുണ്ടതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ തുണികളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ വേഗം അമ്മ ചായയൊക്കെ വെച്ച് തന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി മിച്ചറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിച്ചറൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ തുണികളൊക്കെ കഴുകിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ട 2 കവർ തുണികൾ കഴുകിയിട്ട് പിന്നെ ഡ്രയറിൽ പിഴിഞ്ഞെടുത്ത കാരണം പിന്നെ അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണക്കാനൊന്നും ഇട്ടില്ല. ഉണക്കാനിടുകയാണെങ്കിൽ കുറേ നേരം നിൽക്കണം. അപ്പം അങ്ങനെ പിന്നെ വാവച്ചീനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലേ വന്നത്. അപ്പം ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. അപ്പം അങ്ങനെ അമ്മോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം മണിക്കൂട്ടം വന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ പോയതിന് ശേഷം നേരെ വീട്ടിലെത്തി. വീട്ടിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ വരുമ്പോഴേ വാവച്ചി പാവം മിറ്റൊക്കെ അടിച്ച് വാരുമായിരുന്നു. അപ്പം അങ്ങനെ ആളൊരുവിധം പണികളൊക്കെ ചെയ്യും, പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ഇത്തിരി മടിയാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീടിൻ്റെ സൈഡിൽ നല്ലോണം മൊന്ത പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടികൾ പോകുമ്പോഴായാലും കുട്ടികൾ നടക്കുമ്പോഴായാലും ഒക്കെ പേടിയാണ്. അപ്പോൾ ബിജാഷേട്ട അവിടുത്തെ ഇതൊക്കെ വീശരുവി ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ അതൊക്കെ ഒന്ന് വീശി കളഞ്ഞൊക്കെ വൃത്തിയാക്കിയിട്ട് എന്നിട്ട് വാവച്ചീനെ നിക്കൂനെ വിട്ടു. ഇത് ഞങ്ങളുടെ വീട്ടിലെ നായയാണ് നിക്കു. അവളായിട്ട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവൾ ഷെയ്ക്കിൻ്റെ തരാൻ പറഞ്ഞാലൊക്കെ ഷെയ്ക്കിൻ്റെ തരും. പിന്നെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വൈകുന്നേരം വാവിച്ച് പറഞ്ഞേ നമുക്ക് പോയി ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോയിട്ട് ഓരോ ചായയൊക്കെ കുടിച്ചു. അപ്പം അങ്ങനെ പാർലിക്കാട് പോയിട്ടാണ്, വലിയ ഇതായിട്ടൊന്നല്ല, വെറുതെ ഓരോ ചായയല്ല കാപ്പിയാണ് കുടിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വന്നതിന് ശേഷം ഹോട്ടലിൽ വന്നിട്ട് ഞാനൊരു കാപ്പിയും പിന്നെ ഒരു പപ്സും കഴിച്ചു. പിന്നെ വാവച്ചിയും ഇതുപോലെ ഒരു കാപ്പിയും വേറെ എന്തോ ഒരു സ്നാക്സും കഴിച്ചു. വിജേഷായിട്ട് ഒരു ലൈം ജ്യൂസാണ് കഴിച്ചത്. അപ്പം അങ്ങനെ ഞങ്ങൾ
കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ വന്നപ്പോഴേ ഞങ്ങൾ വെറുതെ കൈയൊക്കെ കഴുകാൻ ചെന്നപ്പോൾ അവിടെ ഗ്ലാസ്സൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പാലുണ്ടായിരുന്നില്ല പിറ്റേ ദിവസത്തേക്ക് ചായ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കടയിൽ കയറി പാലൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.